അവൻ ചോദിച്ചു. ഒന്നുമില്ല മോനെ, കാര്യമായി പരിക്കൊന്നുമില്ല, മഹാദേവൻ പറഞ്ഞു. അർജുൻ പ്രയാഗയെയും നോക്കി. ഞാൻ ഓക്കെയാണ്, അച്ഛനും പണിക്കാരും തമ്മിലാണ്. ബാക്കി പറയാതെ അവൾ നിർത്തി. കൂലി കൊടുക്കുന്നില്ലെന്നും പറഞ്ഞു തുടങ്ങിയതല്ല, പക്ഷെ എനിക്കറിയാം, പണമല്ല, നീ കാരണമാണ് ഇന്ന് ഇത്രയധികം അനർത്ഥങ്ങൾ സംഭവിച്ചതെന്ന്. ഇപ്പോൾ ഞങ്ങളുടെ ഫാക്ടറി നഷ്ടപ്പെട്ടു. ഇങ്ങനെ പോയാൽ ഞങ്ങൾ താമസിക്കുന്ന വീടും നഷ്ടപ്പെടും. അതിനും നീ തന്നെയാണ് കാരണം. രേണുക അർജുനെ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. അർജുന് വളരെയധികം ദേഷ്യം തോന്നി. ആ ഗൗതം, അവൻ മനഃപൂർവ്വം വർക്കേഴ്സിനെ പിരികയറ്റി വിടുന്നതാണ്. അവനെ ഇനി വെറുതെ വിട്ടാൽ ശരിയാവില്ല. അവൻ മനസ്സിൽ ചിന്തിച്ചു. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഇപ്പോൾ ഗൗതമിന്റെ കയ്യിലാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി ഒരേ ഒരു ഉപകാരം മാത്രം ചെയ്യേ. ഈ വിവാഹമോചനത്തിന് തയ്യാറാവണം. നീ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോയാൽ ഉറപ്പായും ഗൗതം ഞങ്ങളെ സഹായിക്കും. രേണുക വീണ്ടും അർജുനോട് പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? അവൻ വന്നപ്പോ തുടങ്ങിയതാ. അവനല്ല, ഞാനാ ഇതിനെല്ലാം കാരണം. ഞാനൊരു കഴിവ് കെട്ടവനായിപ്പോയി. ആരെയും ചതിക്കാനും കൊള്ളലാഭം ഉണ്ടാക്കാനും ഞാൻ പഠിച്ചില്ല. സത്യസന്ധമായി ബിസിനസ് കൊണ്ടുപോയ എന്നെ എന്റെ സഹോദരങ്ങൾ പോലും തള്ളിപ്പറഞ്ഞു. ഞാൻ മോനെ പോലെ കണ്ട ആ ഗൗതമിന് എങ്ങനെ തോന്നുന്നോ ആവോ എന്നോട് ഇങ്ങനെ ചെയ്യാൻ. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. വേണമെങ്കിൽ നമ്മുടെ ഫാക്ടറിയും വീടും അവർക്ക് കൊടുക്കാം. നമുക്കെല്ലാം ഉപേക്ഷിച്ച് ഈ നാട് തന്നെ വിട്ടുപോകാം. മടുത്തു എനിക്ക്. മഹാദേവൻ വികാരാധീനനായി പറഞ്ഞതും രേണുക വിഷമത്തോടെ പ്രയാഗയെ നോക്കി. ഹ, എല്ലാവരും ഉണ്ടല്ലോ. ഈ യൂസ്ലെസ് ഉണ്ടായിരുന്നോ? നിനക്ക് നാണമെന്നൊന്നില്ലടോ ഇനിയും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ. അവരുടെ മുറിയുടെ വാതിൽക്കൽ നിന്ന് ഒരു പരിഹാസ സ്വരം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി. ഗൗതമായിരുന്നു അത്. ഫാക്ടറിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അന്നേരം ഒന്ന് സഹായിക്കാൻ വരാതെ അവൻ എങ്ങനെ ഇവിടെ വന്ന് മുഖം കാണിക്കാൻ കഴിയുന്നു? ഞാൻ കൃത്യസമയത്ത് എത്തിയില്ലെങ്കിലോ വല്യച്ഛ, നിങ്ങളെ രണ്ടുപേരെയും അവരെല്ലാം കൂടി കൊന്നു തള്ളിയനെ. പ്രയാഗ, ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും കേൾക്കൂ. 10 പൈസയ്ക്ക് ഗുണമില്ലാത്ത ഇവനെപ്പോലൊരു യൂസ്ലെസ്സിനെ നീ എന്തിനാ ഭർത്താവായി കൊണ്ടു നടക്കുന്നത്? ഈ ശല്യം നിനക്ക് ഒഴിവാക്കിക്കൂടെ? ഗൗതം പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ ഗൗതം? നിന്റെ ഈ അഭിനയമൊന്നും എന്നോട് വേണ്ട. ഈ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ നീയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രയാഗ ദേഷ്യം കൊണ്ട് വിറച്ചു. ഗൗതം അവളുടെ വാക്കിനെ അവഗണിച്ച് മഹാദേവന് നേരെ തിരിഞ്ഞു. വല്യച്ഛ, സഹായിക്കുന്നവരെ ചേർത്ത് നിർത്താൻ ഇപ്പോഴും വല്യച്ഛൻ അറിയില്ല. ഇനിയെങ്കിലും നിങ്ങളത് പഠിക്കണം. വല്യച്ഛന്റെ കടങ്ങളെല്ലാം ഞാൻ തീർത്തു തരാം. ഇനി അത് എന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഇവളുടെ കാര്യം, അജിത് ശങ്കറിനെ അറിയില്ലേ? ആ ബിസിനസ്മാൻ. എന്റെ ഫ്രണ്ടാണ് അവൻ. ഇവനെ ഒഴിവാക്കുന്ന അന്ന് അജിത്തുമായുള്ള അവളുടെ വിവാഹം ഞാൻ നടത്തും. പിന്നീട് ഈ കുടുംബം അജിത് നോക്കിക്കൊള്ളും. അവൻ പറഞ്ഞു. നിന്റെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട, ഇറങ്ങിപ്പോടാ. പ്രയാഗ അവനോട് അലറി. വല്യച്ഛ, പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നീട് കഷ്ടകാലത്ത് ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന് പറയരുത്. അവൻ ഭീഷണി എന്ന പോലെ പറഞ്ഞു. സ്റ്റോപ്പ് ഇറ്റ് ഗൗതം. ഞങ്ങളുടെ കടകളെല്ലാം ഞങ്ങൾ തന്നെ വീട്ടു. അതിന് ഞങ്ങളുടെ വീടോ ഫാക്ടറിയോ വിൽക്കേണ്ടി വന്നാൽ അങ്ങനെ, പ്രയാഗ പറഞ്ഞു. നീ ഇത്രയും ഫൂളാണോ പ്രയാഗ? നിങ്ങളുടെ വീടും ഫാക്ടറിയും ഒക്കെ കൊടുത്താൽ തീരാവുന്നതാണോ നിങ്ങൾക്കുള്ള കടം? കടം തീർന്നാലും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ എന്തു ചെയ്യും? അവര് കേസ് കൊടുത്താൽ ജയിലിൽ പോകേണ്ടി വരും എല്ലാവരും. അവൻ പരിഹാസത്തോടെ പറഞ്ഞു. അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അർജുൻ ഗൗതമിനെ നോക്കി നിൽക്കുകയാണ്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും അർജുൻ തന്റെ ദേഷ്യം ഗൗതമിനോട് കാണിച്ചിട്ടില്ല. ഹോ, ഈ പഴം വിഴുങ്ങിയെ കാണുമ്പോൾ എന്റെ കൈ തരിച്ചു വരികയാ. ഗൗതം ദേഷ്യത്തോടെ അലറിക്കൊണ്ട് അവന്റെ കോളറിൽ പിടിച്ചു. അതോടെ അർജുന്റെ ക്ഷമ നശിച്ചിരുന്നു. അവൻ ഗൗതമിന്റെ കൈയിൽ മുറുക്കെ പിടിച്ചു തിരിച്ചു. അവന്റെ കൈ തിരിയുന്നതിനനുസരിച്ച് ഗൗതം വേദന കൊണ്ട് പുളഞ്ഞു. നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് എന്റെ കയ്യിൽ പിടിച്ചത്? വേദനയ്ക്കിടയിലും ഗൗതം ചോദിച്ചു. എന്നിട്ടും അർജുൻ അവന്റെ പിടിവിട്ടില്ല. പകരം ഒന്നുകൂടി മുറുക്കെ പിടിച്ചു. ഗൗതം വേദന കൊണ്ട് ഉച്ചത്തിൽ അലറി. ചുറ്റിലും നിന്നവർ ഞെട്ടിപ്പോയി. അതുവരെ പാവത്താനായിരുന്ന അർജുൻ, അവനിൽ ഇത്രയും ശക്തിയോ? അവർ പരസ്പരം നോക്കി. വേദന സഹിക്കാനാവാതെ ഗൗതം അർജുന്റെ മുന്നിൽ മുട്ടുകുത്തി. പ്രതികരിക്കാൻ പോലും ആയില്ല അവന്. അർജുൻ പതിയെ ഗൗതമിന്റെ കൈവിട്ടപ്പോൾ അവൻ താഴെ വീണു. എന്നാൽ അർജുന്റെ ശക്തിയുടെ അനന്തരഫലങ്ങൾ കാരണം ഗൗതം അപ്പോഴും നിലവിളിച്ചുകൊണ്ടിരുന്നു. അവന്റെ കൈ ഒടിഞ്ഞു തൂങ്ങിയിരുന്നു. അവന് വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതിന് നീ അനുഭവിക്കും അർജുൻ.
നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിക്കോ. എടി, നീയും എണ്ണി വെച്ചോ. ഇനി മുതൽ നിങ്ങളുടെ കുടുംബത്തിന്റെ നാശമാണ്. ആ ദൈവത്തിനു പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ഗൗതം ദേഷ്യത്തോടെ അവരോട് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്റെ ദൈവമേ, എന്താ ഇവിടെ ഇപ്പൊ സംഭവിച്ചത്? എന്തിനാ നീ അവനെ ഉപദ്രവിച്ചത്? ഈ കുടുംബത്തിന് ഇനി എന്ത് സംഭവിക്കുമെന്ന് നീ ചിന്തിച്ചോ? ഇനി എന്ത് ചെയ്യും നമ്മൾ? വീണ്ടും നീ കാരണം ഞങ്ങളുടെ കുടുംബം മുഴുവൻ തകരുമല്ലോ. രേണുക ഭയത്തോടെ പറഞ്ഞു. എന്തിനാ അർജുൻ നീ അവനെ ഉപദ്രവിച്ചത്? അവനെ നിനക്ക് അറിയുന്നതല്ലേ. ദേഷ്യം കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കാനാവില്ല. കുറച്ചുകൂടി ശാന്തനായിരിക്കണ്ടേ? പ്രയാഗ പതിയെ പറഞ്ഞു. ഞാൻ ഈ പ്രശ്നം പരിഹരിക്കും, നീ വിഷമിക്കണ്ട. ഗൗതമന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാനുണ്ട് കൂടെ, അർജുൻ ഉറച്ചു പറഞ്ഞു. ആ, നീ ഇവളെ സംരക്ഷിക്കുമെന്നോ? നിന്നെപ്പോലൊരു കിഴങ്ങനെ കൊണ്ട് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? രേണുകാദേവി പരിഹാസത്തോടെ ചോദിച്ചു. അർജുൻ ദേഷ്യത്തോടെ രേണുകയെ നോക്കിയതും ദേഷ്യം കൊണ്ട് ചുവന്ന അവന്റെ കണ്ണുകൾ അവരെ ഭയപ്പെടുത്തി. അവനിൽ എന്തോ മാറ്റം അവൾ വ്യക്തമായി അനുഭവിച്ചു. പെട്ടെന്ന് കണ്ണുകളടച്ച് തന്റെ ദേഷ്യം നിയന്ത്രിച്ച ശേഷം അർജുൻ പ്രയാഗയെ നോക്കി. ഞാനാണ് ഇനി മുതൽ നിനക്ക് കാവൽ. നിനക്കും കുടുംബത്തിനും ഒരു പ്രശ്നവും വരാതിരിക്കാൻ ഞാൻ നോക്കിക്കൊള്ളാം, അർജുൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അവന്റെ വാക്കുകൾ പ്രയാഗയ്ക്ക് അല്പം സമാധാനം നൽകി. അതേസമയം ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസിന്റെ സെന്ററായ ശ്രാവണ ടവേഴ്സിൽ എംപ്ലോയീസ് എല്ലാം എന്തോ ടെൻഷനിലായിരുന്നു. എന്തോ കാര്യമായി സംഭവിക്കാൻ പോകുന്നു എന്ന ആശങ്ക അവരുടെ മുഖത്ത് പ്രകടമാണ്. അന്ന് ശ്രാവണ ഗ്രൂപ്പിന്റെ എല്ലാ ഡയറക്ടർമാരും മീറ്റിംഗ് ഹാളിൽ അടിയന്തര യോഗത്തിന് എത്തിയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. കമ്പനിയുടെ ഓഹരികളെല്ലാം പെട്ടെന്ന് ഇടിഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെന്താ ഒരു ദിവസം കൊണ്ട് ഇത്രയും ലോസ്? എല്ലാവരും ആശയക്കുഴപ്പത്തിലായി. അതിന്റെ കാരണം കണ്ടുപിടിക്കാനാണ് എല്ലാവരും തിടുക്കത്തിൽ ഒത്തുകൂടിയത്. നമ്മുടെ ഇടപാടുകാരിൽ നിന്നെല്ലാം കോളുകൾ വരുന്നുണ്ട്. നമ്മളുമായുള്ള ബിസിനസ് വേണ്ടെന്ന് അവർ പറയുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ നമ്മളറിയാതെ? എന്തുകൊണ്ടാണ് നമ്മുടെ ഓഹരി മൂല്യം ഇത്രയും പെട്ടെന്ന് ഇടിഞ്ഞത്? മാധവൻ വെപ്രാളത്തോടെ ചോദിച്ചു. മൈത്രേയൻ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ട് സൈലൻസ് പറഞ്ഞു. ആരും ടെൻഷനാകണ്ട. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു പരിഹാരവുമുണ്ട് എന്നാണ്. നമുക്കൊന്ന് ആലോചിക്കാം, അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. വർഷങ്ങളായി ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ചുമതല മൈത്രേയനാണ് വഹിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം അയാൾ മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ടുതന്നെ ചെറുതല്ലാത്തൊരു ഭയം അയാൾക്കുള്ളിലുണ്ട്. അപ്പോഴാണ് സെക്രട്ടറി കുറച്ച് പേപ്പറുകൾ എടുത്ത് കോൺഫറൻസ് ഹാളിലേക്ക് വന്നത്. പറയൂ, ഇന്ന് എത്ര പേർ തങ്ങളുടെ ഓഹരികൾ വിറ്റു? അതുമൂലം നമ്മുടെ കമ്പനിക്ക് എത്രമാത്രം നഷ്ടമുണ്ടായി? മൈത്രേയൻ ചോദിച്ചു. സെക്രട്ടറി ആ പേപ്പറുകളെല്ലാം കണ്ടിട്ട് പറഞ്ഞു. നമ്മുടെ കമ്പനിയുടെ ഓഹരി മൂല്യം ഇന്ന് 50% കുറഞ്ഞു. അത് കാരണം ചെറുകിട ഓഹരി ഉടമകൾ പേടിച്ച് ഓഹരികൾ ഉടൻ വിറ്റു. അതുകൂടാതെ നമ്മുടെ 12-ലധികം സ്വർണ്ണക്കടകൾ പൂട്ടി. ഇന്ന് അസോസിയേഷൻ ഓഫ് ജ്വല്ലറി കോമേഴ്സും ജനറൽ ചേംബർ ഓഫ് കോമേഴ്സും നമ്മുടെ ജ്വല്ലറി ഗ്രൂപ്പുമായി ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. സെക്രട്ടറി ശബ്ദം താഴ്ത്തി പതുക്കെ പറഞ്ഞു. അത് കേട്ടതും അവിടെയുണ്ടായിരുന്നവരെല്ലാം ഞെട്ടി. എന്താണിത് മിസ്റ്റർ മൈത്രേയൻ? മാർക്കറ്റിൽ ഇത്രയും വലിയ ഇടിവ്? താൻ ഇന്നലെ പറഞ്ഞത് ഷെയർ വാല്യൂ കൂടുമെന്നല്ലേ? അപ്പോൾ താൻ ഞങ്ങളോട് നുണ പറഞ്ഞതാണോ? ഡയറക്ടർ ബോർഡിലെ ഒരു മുതിർന്ന അംഗം മൈത്രേയനോട് ചോദിച്ചു. നമ്മുടെ ഓഹരികൾ ഇങ്ങനെ കുറയുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മളുമായി കരാർ ഒപ്പിട്ട എല്ലാ കമ്പനികളും അവരുടെ കരാർ ക്യാൻസൽ ചെയ്തു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.